السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് ഈ സദസ്സിലും ഇത് ശ്രദ്ധിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, വിദ്യാർത്ഥിനികൾ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട എല്ലാ ഉപദേശങ്ങളും ബാബ ഉസ്താദ് നൽകിയിട്ടുണ്ട്. ബാബ ഉസ്താദിൻ്റെ പ്രസംഗം ആദ്യം മുതൽ ഇതുവരെ ഞാൻ കേട്ടു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു ദീർഘ സംഭാഷണത്തിന് ആവശ്യമില്ല. ഏതായാലും ആരിഫകൾ, ഷാമിൽ ആരിഫകൾ ഒക്കെയായി ഇന്നിവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് അത് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരെ ഭാവിയിൽ വിവാഹം ചെയ്യുന്ന ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ വലിയ ഒരു ഭാഗ്യമാണ്. അവരെന്തെങ്കിലും 4 അക്ഷരം പഠിച്ചു എന്നതല്ല അതിൻ്റെ മികവ്. പഠിക്കാനിപ്പോൾ പല വഴികളുണ്ട്. ധാരാളം വഴികൾ ഇന്ന് വിദ്യാഭ്യാസം നേടാനുണ്ട്. ഒരു കലാലയത്തിലും പോകണ്ട, ഒരു ഉസ്താദിൻ്റെ മുമ്പിലും പോയി ഇരിക്കണ്ട. അവരവരെ വീട്ടിലിരുന്ന് മീഡിയകൾ മുഖേന, സോഷ്യൽ മീഡിയകൾ മുഖേന വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കാൻ അവസരങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറും ചിലപ്പോൾ കിട്ടും. ഇതങ്ങനെയല്ല. ഇൽമ് എന്നുള്ളത്, വിദ്യാഭ്യാസം, വിവരം എന്നുള്ളത് അദ്ദീനു അൽ ഇസ്നാദു എന്നാണല്ലേ. ദീൻ അത് അതിൻ്റെ സനദാണ്. സനദ് എന്ന് പറയുന്നത് അത് നസബ പോലെ തന്നെയാണ്. മോളെ, നിൻ്റെ വാപ്പാര, അത് ഇന്നാളിൻ്റെ തറവാട്ടിൽ ഇന്നയാളുടെ മകൻ ഇന്നയാൾ. ഏറ്റവും ചുരുങ്ങിയ അത് വല്യപ്പാടെ പേരെങ്കിലും മകൾക്ക് പറയാൻ കിട്ടും. അല്ലെങ്കിൽ ഇന്ന വല്യപ്പാടെ മകൻ, ഇന്ന വല്യപ്പ, ഇന്ന വല്യപ്പ, അങ്ങനെ 4-5 വല്യപ്പന്മാരുടെ പേര് പറയാൻ കിട്ടും. എന്നിട്ട് തൻ്റെ സ്വന്തം വാപ്പനെ പറയാൻ കഴിയും. പിന്നെ ആങ്ങളമാരെ പറഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ വലിയ വലിയ സ്റ്റാറ്റസിലും വലിയ നിലപാടിലുമൊക്കെ ഉള്ള അറിയപ്പെട്ട ആങ്ങളമാർ. അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് ഒരു ആത്മാഭിമാനമാണ്. അതുകൊണ്ടാണല്ലോ വിവാഹം ചെയ്യുമ്പോൾ നെസബ നോക്കണമെന്ന് പറഞ്ഞത്. ആബാഉൻ സ്വാലിഹൂൻ ആണോ? നെസബ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താൻ കല്ലിട്ടിക്കുഴിയിൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ആ കല്ലിട്ടിക്കുഴിയല്ല നെസബ. അത് വാപ്പ, വാപ്പയുടെ വാപ്പ, വാപ്പയുടെ വാപ്പ, അവരൊക്കെ സ്വാലിഹീങ്ങളാണോ? ഇതാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഏതോ ഒരു വല്യാപ്പ, ഒരു ഉപ്പുപ്പ ആ കല്ലിട്ടിക്കുഴി എന്നറിയപ്പെടുന്ന പറമ്പിൽ ഒരു വീട് വെച്ച് പാർത്തപ്പോൾ അതിൽ പിന്നെ ഇങ്ങനെ ആ തറവാട് പേരായിട്ട് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാപ്പമാരെ പറയുമ്പോൾ വലിയ അന്തസ്സുണ്ടല്ലോ. നേരത്തെ ബാബ ഉസ്താദ് പറഞ്ഞ ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഒരു കുട്ടിനോട് ചോദിക്കുക, ആരാടാ നിൻ്റെ വാപ്പ, നിൻ്റെ അച്ഛനാരാണ്? അച്ഛനാരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അമ്മയെ 2-3 ആളുകൾ കൊണ്ടുപോയിരുന്ന് ആരാണ് അച്ഛൻ, എൻ്റെ അച്ഛൻ തീരുമാനമായിട്ടില്ല, കോടതി തീരുമാനിക്കണം. ഈ ഒരവസ്ഥ ഉണ്ടാകരുത് ലോകത്ത്. അച്ഛനാരാണ്, അപ്പനാരാണ്, ആപ്പയാരാണെന്ന് തീരുമാനിക്കാൻ അതാത് സമുദായങ്ങളിൽ അറിയപ്പെട്ട വിവാഹ ജീവിതം നടക്കണം. ഞാൻ ഇന്നലെ, പടച്ചവൻ സാക്ഷി, ഇന്നലെ ഞാൻ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടു. കേട്ടതല്ല, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. ജുമാക്ക് ഇന്നലെ കൊച്ചിയിൽ പോയപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഒരു കല്യാണാന്വേഷണം നടത്തി. നല്ല അന്തസ്സുള്ള ഉന്നതനായ ഒരു എഞ്ചിനീയറാണ് പയ്യൻ. നല്ല തറവാട്ടിലെ പുരാതന കുടുംബത്തിലെ സാമ്പത്തിക അടിത്തറയുള്ള എഞ്ചിനീയറായ ഒരു പുതിയാപ്പിളക്ക് ഒരു അന്വേഷണം
ഗൾഫ് രാജ്യത്ത് ഉള്ള ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസൽ കണ്ടപ്പോൾ അന്വേഷിച്ച പെൺകുട്ടിയുടെ ഉപ്പ പറയണെന്താ അറിയോ നിങ്ങൾ? മകൾക്ക് ഒരുപാട് പാർട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മകളെ 1 മാസത്തേക്ക് നിങ്ങളവിടെ കയക്കാം, അവർ ലിവിങ് ടുഗദറായി ജീവിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കുക കല്യാണം നടത്തണോ വേണ്ടേ എന്ന്. എവിടെ എത്തി നമ്മുടെ മുസ്ലിം സമുദായം? എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, പെൺകുട്ടികൾ? ഇത് നിങ്ങൾ പറയും, നമ്മളെ ആരുടെയും വീടുകളിലേക്കും അടുക്കളയിലേക്കും കുട്ടികളിലേക്കും അത്തരം ചിന്താഗതികൾ എത്തില്ല എന്ന് വെറുതെ പറയാൻ കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. അവർ ജീവിക്കുന്ന ലോകം ഒരു പ്രത്യേക ഒരു ലോകമാണ്. ആ ലോകത്ത് ഇത്തരം ആശയങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരും. ജാഹിലിയ കാലത്തുണ്ടായ വിവാഹ സംസ്കാരങ്ങളിൽ ഒരു രൂപമാണത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണും ആണും കുറേ കാലം അങ്ങനെ ജീവിച്ച് 1 മാസമോ 2 മാസമൊക്കെ ജീവിച്ച് എന്നിട്ട് തീരുമാനിക്കും അവർ വിവാഹം വേണോ വേണ്ടേ എന്ന്. അങ്ങനത്തെ ഒരു സംസ്കാരം, ഒരു ഷിഗാറ് ജാഹിലിയ സംസ്കാരത്തിലുണ്ടായിരുന്നു. അത് കടന്നു വരികയാണ്. അത് പുതിയ പേരിട്ട് എന്ന് മാത്രം. ഇവർക്കൊക്കെയും നോട്ടം ആരെയാണ്? മുസ്ലിമീങ്ങളെയാണ്. അന്തസ്സുള്ളൊരു ഹിന്ദു കുടുംബത്തിൽ പിറന്ന, അന്തസ്സുള്ളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്നൊരു പെൺകുട്ടിയെയും അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ ജാതിക്കാരും എല്ലാ ആളുകളും മാപ്പിളപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി അവളെ ഇങ്ങനെ പരിഷ്കരിപ്പിക്കാനും അവളെ പർദ്ദ വലിച്ചു കീറാനും അവളെ മനസ്സ് മാറ്റാനും അവളെ അനാഥയാക്കി തെരുവിലിറക്കാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അന്തസ്സുള്ള തറവാടിത്തമുള്ള മോളാണ് എൻ്റെ മോളെന്ന് പറയാൻ, എൻ്റെ മകളെന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടത്. മോളെ വാപ്പാരാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടി 4 വാപ്പമാരെ പേര് പറയുന്നത് പോലെ, ആരാടി നിന്നെ പഠിപ്പിച്ചത്? എന്നെ ഇന്ന ഉസ്താദ്, എന്നെ ഉസ്താദ്, ഇന്ന ഉസ്താദ്, ഇന്ന ഉസ്താദ് എന്ന് പറയാൻ കഴിയണം. ആരിഫ കോഴ്സ് ഇവിടെ നിന്ന് പാസ്സായ ഏതൊരു പെൺകുട്ടിക്കും ആത്മാഭിമാനത്തോടെ തണ്ടൊരു നിവർത്തി നല്ല ശബ്ദത്തിൽ അവൾക്ക് പറയാം, എൻ്റെ ഉസ്താദ് ഖലമുൽ ഇസ്ലാം ബാബ ഉസ്താദാണ്. നിങ്ങൾ ചോദിക്കും, ബാബ ഉസ്താദ് അവിടെ ക്ലാസ് ഒന്നും എടുക്കണില്ലല്ലോ. വേണ്ട, ബാബ ഉസ്താദ് ക്ലാസ് എടുക്കണ്ട. ബാബ ഉസ്താദ് എഴുതിയ കിതാബുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ബാബ ഉസ്താദ് ആരിഫ കോഴ്സിന് വേണ്ടി മാത്രമായി എഴുതിയിട്ടുള്ള ഫിഖ്, തസവ്വുഫ്, താരീഖ്, ഇതെല്ലാം ആരെഴുതിയ കിതാബാണ്? ബാബ ഉസ്താദ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം അത് ഇവിടെ പഠിപ്പിക്കുന്നു. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് എത്രയോ കോളേജുകളിലേക്ക് അത് വാങ്ങിക്കൊണ്ടുപോയി അവിടെയൊക്കെ പഠിപ്പിക്കുന്നു. അപ്പം നല്ല അന്തസ്സോട് കൂടി ഒരു പെൺകുട്ടിക്ക് തറവാട് പറയാം. അദ്ദീനു അൽ ഇസ്നാദ്. എൻ്റെ ഉപ്പ ഇന്നയാള് എന്ന് പറയുന്നത് പോലെ എൻ്റെ ഉസ്താദ് ഖലമുൽ ഇസ്ലാം ബാബ ഉസ്താദാണ്. അവരുടെ ഉസ്താദ് മഹാനായ ശൈഖുന കണ്ണിയത്ത് അവർകളാണ്. അവരെ ഉസ്താദ് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വരെ മുട്ടുന്ന ഒരു പരമ്പരയുടെ തുടക്കം പേരെഴുതിയ ഒരു പേപ്പറാണ് സനദ്. അതാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കുന്നത്. കേവലം ഒരു പേപ്പറല്ല ഇത്. നിങ്ങൾ വിചാരിക്കുക എന്താ ഇപ്പം പേപ്പറിൻ്റെ കാര്യമെന്ന്? ആ കാണുന്ന കടലാസിന്, ആ പേപ്പറിന്, ആ സർട്ടിഫിക്കറ്റിന് ഒരു മഹിമയുണ്ട്, ഒരു ഗുണമുണ്ട്. ആ ഗുണത്തെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അന്തസ് ഉണ്ടാകണം, ഒരു സനദ് ഉണ്ടാകണം. അതാണ് ദീൻ. അതാണ് നമ്മുടെ ആരിഫ കോഴ്സിലൂടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല ജാതി മോഹങ്ങളുടെ ലോകത്താണ്. അതവരുടെ പ്രായവും അങ്ങനെയാണ്. ആ പെൺകുട്ടിന്ന് മാത്രമല്ല, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഒരു 16 വയസ്സിൻ്റെയും ഒരു ജീവിതത്തിൻ്റെ പക്വത വരുന്ന ഒരു 10-22 വയസ്സിനിടയിലുള്ള ടീനേജ് പ്രായം, ആ പ്രായം മോഹങ്ങളുടെ ഒരു ലോകത്താണ്. അവളെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവളെ പെട്ടെന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ കഴിയും. ഒരു പെൺകുട്ടി നമ്മുടെ കാഴ്ചപ്പാടിൽ അവൾക്ക് പർദ്ദയുണ്ട്, നിഖാബുണ്ട്, മറയുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ആ കുട്ടി ഉപ്പയുടെ നിരീക്ഷണത്തിലാകണം, ഉമ്മയുടെ ചട്ടക്കൂടിലാകണം, ഉസ്താദുമാരുടെ പഠനാലയത്തിലാകണം. ഉസ്താദുമാർ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു.
ധാരാളം കോച്ചിങ്ങുകൾ കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, കിതാബാണ് പഠിക്കുന്നത്. അതേ സമയത്ത് വീട്ടിലെത്തുമ്പോൾ അവൾ നമ്മളെ മകളല്ലാതെ ആയിത്തീരരുത്. അതാണ് ബാബ ഉസ്താദ് പറഞ്ഞത്. അതിന് ഇത് സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളൊരു സിസ്റ്റം, നമ്മൾ വാഹനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പരമാവധി ഒരു നിലക്കും സാധിക്കാതെ വരുന്ന ചില ഒറ്റപ്പെട്ട കുട്ടികളുണ്ടാകാം, അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ കുട്ടികളും ആ വാഹനത്തിൽ വന്ന് ഈ കാമ്പസിൻ്റെ മുമ്പിൽ ഇവിടെ കൊണ്ടുവന്നിറക്കി ഇവിടെ നിന്ന് കയറ്റി നിങ്ങളെ പരിസരത്തോ വീട്ടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നടന്നാലെത്തുന്ന ദൂരത്തോ ഇറക്കി വിടുമ്പോൾ വലിയൊരു സുരക്ഷിതത്വം, ഒരു സുരക്ഷിത ബോധം രണ്ടു കൂട്ടർക്കുമുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എന്താ, പരുത്തിപ്പാറമ്മക്ക് ഇഷ്ടംപോലെ ലൈൻ ബസ് ഉണ്ടല്ലോ, ഉണ്ട്. ആ ബസ്സിലാണ് ഈ മോള് കയറി വരുന്നതെങ്കിൽ ആ ബസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളറിയുന്നില്ല, നമ്മളറിയുന്നില്ല, ആരും അറിയുന്നില്ല. അത് മതി. ഒരു ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയുടെ മനസ്സ് മാറി ആരുടെയോ കൂടെ പോകാനുള്ള ഒരു താല്പര്യം കിതാബ് മുമ്പിലുണ്ടായിട്ട് കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സാണ് പ്രശ്നം. അല്ലാഹു തആല ലോകത്തെ പടപ്പുകളെ പടച്ചിട്ടുള്ളത് 3 ഇനത്തിലാണ്. ഒരു വിഭാഗം അവർക്ക് വിവേകമുണ്ട്, വിചാരങ്ങളുണ്ട്, പക്ഷെ അവർക്ക് വികാരമില്ല. വിവേകമുണ്ട്, വിചാരങ്ങളുണ്ട്, പക്ഷേ അവർക്ക് വികാരം എന്ന ഒന്ന് ഇല്ല. അത് മലക്കുകളാണ്. വേറൊരു വിഭാഗം വിവേകവും ഇല്ല, വിചാരവും ഇല്ല, ആകെ ഉള്ളത് അവർക്ക് വികാരം മാത്രമാണ്. വികാരമില്ലാത്തൊരു പടപ്പില്ല. അത് മനുഷ്യന്മാരാകട്ടെ വേറെന്തോ ആകട്ടെ, ആ വികാരം മാത്രമുള്ള ജീവികളാരാ? അത് കന്നുകാലികളാണ്, മൃഗങ്ങളാണ്. ആ ജീവികൾക്ക് അമ്മയാര്, അച്ഛനാര്, ഉമ്മയാര്, ഉപ്പയാര് ഇതൊന്നും അവർക്ക് ചിന്തിക്കേണ്ടതില്ല. അവർക്ക് തിന്നണം, സുഖിക്കണം, ഉറങ്ങണം. അവർക്ക് ബീഡിങ്ങിന് തോന്നുമ്പോൾ ബീഡിങ് നടത്തണം. മുമ്പിലുള്ളത് തന്നെ പ്രസവിച്ച പശു, അമ്മയാകട്ടെ പെണ്ണാടാകട്ടെ, അവിടെ വ്യത്യാസങ്ങളില്ല. ഇതാണ് അവർക്ക്. ആ വിവേകമില്ല, വിചാരങ്ങളുമില്ല. എന്നാൽ മൃഗീയ ആസക്തികളായ ഈ ആസക്തിയും മലക്കിൻ്റെ സ്വഭാവമായ വിചാരവും വിവേകവും രണ്ടും കൂടി കൂട്ടിലയിപ്പിച്ചൊരു വിഭാഗമാണ് മനുഷ്യര്. അവർക്ക് വിവേകമുണ്ട്, അവർക്ക് വിവേകമുണ്ട്, അവർക്ക് വിചാരങ്ങളുണ്ട്, അവർക്ക് വികാരങ്ങളുമുണ്ട്. വികാരം മൃഗീയ ആസക്തിയായതുകൊണ്ട് എപ്പോഴും ഇമാമായി അവരാണ് മുമ്പിലുണ്ടാവുക. വൈകാരികമായ ഉദ്ദീപനങ്ങളും ചിന്തകളും വളരെ പെട്ടെന്ന് ആണിൻ്റെയും പെണ്ണിൻ്റെയും കൽബിൽ കടന്നു വരും. അതവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും. അതിന് അവരുടെ കണ്ണുകൾ, കാത്, കൽബ്, സകലാവയവങ്ങളും അതിന് പങ്കാളിത്തം വഹിക്കും. അവിടെ വിവേകപൂർണമായി തൻ്റെ വൈകാരിക ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേവലം വിദ്യാഭ്യാസം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അവർക്ക് പടച്ചറം തമ്പുരാനെ പേടിയുണ്ടാകണം. വിദ്യാഭ്യാസമുള്ള തലമുറയാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ. പല കലാലയങ്ങളുടെയും പരിസരത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ അറിയാം, ഏതോ കാസർകോട്ടെയും കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ പെൺമക്കള് പഠിക്കാൻ വന്ന കലാലയത്തിൽ ഏതോ ഒരുത്തൻ്റെ കയ്യും പിടിച്ച് ഏതോ ഒരുത്തൻ്റെ തോളിലും കൈയിട്ടിങ്ങനെ രാഗി നടക്കുന്നത് കാണാം. ഇതെങ്ങാനും ആ കുട്ടിയുടെ ഉപ്പ കണ്ടാൽ കൽബ് പൊട്ടി മരിച്ചു പോകില്ലേ? ഉമ്മ കണ്ടാൽ കൽബ് പൊട്ടി മരിച്ചു പോകില്ലേ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളായ ഡിഗ്രിയോ PGയോ ഒക്കെ എടുക്കാൻ വന്ന് പഠിക്കുന്നവളാണ്. പക്ഷെ അവിടെ കൽബിൽ പടച്ച തമ്പുരാനെ പേടിയുണ്ടായില്ല. പിന്നെ ചില സാഹചര്യങ്ങളുണ്ട്. വീട്ടിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ കുറച്ച് കാർക്കശ്യമാണ്, ഇക്കമാര് ആങ്ങളമാര് അതിനേറെ കാർക്കശ്യമാണ്. ഉമ്മ മാത്രമാണ് ചെറിയൊരു സപ്പോർട്ട് ആ പെൺകുട്ടിയോടുള്ളത്. തൻ്റെ പെങ്ങളാണ്, തൻ്റെ മകളാണ്, അവളെ നമ്മളാണ് വളർത്തേണ്ടത്, നമുക്ക് നല്ലോണം സ്നേഹം അവൾക്ക് നാം കൊടുക്കണം എന്നൊരു ചിന്താഗതിയിൽ പല കുടുംബങ്ങളും ഉണ്ടാവൂല. ഉപ്പമാരും ആങ്ങളമാരും ഒക്കെ പരിപരുത്ത സ്വഭാവക്കാരായിരിക്കും. ആ ഒരു സന്ദർഭത്തിലായിരിക്കും അവൾ കടന്നു വരുന്ന ബസ്സിൽ ഏതോ ഒരു പയ്യൻ, ഏതോ ഒരു കിളി, ഏതോ ഒരു ഡ്രൈവർ
അവരിങ്ങനെ എപ്പോഴും ഇവൾക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹത്തിൻ്റെ വർത്താനങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ആ സ്നേഹ താല്പര്യങ്ങളിൽ, ആ സ്നേഹവാക്കുകളിൽ ആ പെൺകുട്ടി വീണുപോകും. ഇതെന്താണ് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് മനുഷ്യൻ്റെ സ്ഥിതി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശരീരത്തിൽ താതതും കുഴിഞ്ഞതുമായ സ്ഥലങ്ങളൊക്കെയും പുറത്തേക്ക് പ്രദർശിപ്പിക്കരുത് എന്ന്, അതാണ് പർദാ നിയമം. ആ നിയമമൊക്കെ ഒരു പക്ഷേ അവൾ വലിച്ചു ചീന്താൻ ഇടവരും. അവളെ ആ യാത്രാ ബസ്സിലെയോ അല്ലെങ്കിൽ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലെയോ അല്ലെങ്കിൽ അവള് നമ്മുടെ ഈ കലാലയവും വാഹനവും അല്ലാതെ ബന്ധപ്പെടുന്ന ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അവള് ബന്ധപ്പെടാൻ ഇടവരുമ്പോൾ അവളെ മനസ്സ് പോയിട്ടുണ്ടാകും. ഉടൽ നമ്മളെടുത്തുണ്ടാകും. ഉടൽ അടുക്കളയിലുണ്ട്, വീട്ടിലുണ്ട്, മനസ്സ് എവിടെയോ ആണ്. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് പരമാവധി ഇത്തരം ചിട്ടകൾ ഈ നമ്മളെ ഈ കലാലയത്തിൻ്റെ ബിൽഡിംഗ് പോലെ ഇസ്ലാമിക ദീനും ദഅവത്തും ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് കലാലയങ്ങൾ കേരളത്തിലുണ്ട്. ആ കലാലയങ്ങളിൽ ഒന്നുമില്ലാത്ത വിധമാണ് ഈ സിസ്റ്റം നാം ഇവിടെ സജ്ജീകരിച്ചപ്പോൾ അതിനെ സൗകര്യപ്പെടുന്ന വിധം കെട്ടിടമടക്കമുണ്ടാക്കിയത്. ഒരു നിലക്കും ഉസ്താദുമാർ കുട്ടികളുമായി നേർക്കുനേരെ മുഖാമുഖം കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ള അവസരം പോലും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സൂക്ഷിക്കാനേ കഴിയുകയുള്ളൂ. അങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും നമ്മുടെ മക്കൾ നല്ലൊരു ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുന്ന കാലം വരെ എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, അവളെ ഖൽബുണ്ട്, ശരീരവുമുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിൻ്റെ വലിയ ഒരു പങ്കാളിത്തം ഉപ്പമാർക്കാണ്, ഉമ്മമാർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇന്ന് അങ്ങനെയാണ്. ഒരു കാലത്ത് ഇറാഖിലെ ഹൈറത്തിൽ നിന്നും ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്തു. എവിടം വരെ? മക്കത്ത് വരെ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണത്. മോനെ, നീ ഒരു കാലം വരുമ്പോൾ നിനക്ക് കാണാം, ഇറാഖിലെ ഹൈറത്ത് ഗ്രാമത്തിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഏകദേശം 3000 കിലോമീറ്റർ ദൂരമുണ്ട്.
إله إلا الله اللهم رب هذه الدعوة التامة والفضيلة والطاعة الله تعالى يوم القيامة إنك لا تخلف. അദിയ് ഇബ്നു ഹാത്തിം ത്വായിയോട് ആദരവായ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഹൈറത്തിൽ നിന്നും മക്ക വരേക്കും ഒറ്റക്കൊരു പെണ്ണ് സഞ്ചരിക്കും, കൂടെ ആരും ഉണ്ടാവില്ല. അത് ലോകം കണ്ടു. ഒരു പെണ്ണ് ഏകദേശം 3000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് പരിശുദ്ധ മക്കയിൽ ചെന്ന് തവാഫ് ചെയ്ത് തിരികെ നാട്ടിൽ തിരിച്ചെത്തി. ഒരാണും ആ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടില്ല. ഒരു പുരുഷനും ആ പെണ്ണിനെ പീഡനം നടത്തിയിട്ടില്ല. കാരണം അന്ന് പുരുഷന്മാരെ കൽബിനൊക്കെയും പർദ്ദയുണ്ട്. പെണ്ണിന് പർദ്ദയില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് പെണ്ണിൻ്റെ പർദ്ദയുണ്ടായിട്ട് കാര്യമില്ല, പുരുഷന്മാരെ കൽബ് അത്രയും മോശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെണ്ണ് സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയിൽ മക്കളെ ഉപ്പമാരും ഉമ്മമാരും വളർത്തുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് മഹത്തായ നമ്മുടെ ഈ സ്ഥാപനം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ ബറക്കത്തുള്ള അനുഗ്രഹമുള്ളൊരു മജ്‌ലിസാണിത്. ആ അനുഗ്രഹത്തിൻ്റെ ഉസ്താദുമാരുടെ കൈകളിൽ നിന്ന് മക്കൾക്ക് വേണ്ടി ഉപ്പമാര് സനത് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുമ്പോൾ അത് വലിയ ഒരു നിധിയാണ് എന്നൊരു ബോധം നമ്മുടെയൊക്കെയും മനസ്സിലുണ്ടാകണം. നമ്മുടെ ഈ സ്ഥാപനം ഓരോ മാസവും ഏകദേശം 50,000 രൂപയോളം കടബാധ്യതയാണ്. ഏത് ദേവാ കോളേജും പള്ളിയൊന്നുമല്ല ഈ പറയണത്. വനിതാ ശരീഅത്ത് കോളേജ് നടത്തിക്കൊണ്ടുപോകുന്നതിന് ഓരോ മാസവും 50,000-ഓളം രൂപ അധിക ചെലവാണ്, കടബാധ്യതയാണ്. കുഞ്ഞുങ്ങളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ വാഹന ഇനത്തിലോ ഫീസിനത്തിലോ ഒക്കെ കിട്ടുന്ന പൈസ കൊണ്ടൊന്നും ഇതിൻ്റെ ചെലവ് നികന്നു പോകുന്നില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം. അത്രയും വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ അറിവിലും നിങ്ങളെ പരിചയത്തിലും ഉള്ള പുതിയ പുതിയ കുടുംബങ്ങളെയും കുട്ടികളെയൊക്കെ ഇനി അടുത്ത വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ നമ്മളെ ഈ ദൈനീ സ്ഥാപനത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയും ചേർത്തുകയും കുട്ടികളുടെ വർധനവുണ്ടാവുകയും അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ഈ ഇവിടുത്തെ ഈ റൂട്ട്, ഈ രൂപം, ഇവിടെ നാം നിശ്ചയിച്ചിട്ടുള്ള ചിട്ടവട്ടങ്ങളെല്ലാം യാത്രാകാര്യങ്ങളിലും മറ്റുമൊക്കെ അനുസരിച്ചു കൊണ്ടും കുടിശ്ശികയുള്ള ഉപ്പമാർ മക്കളോടറിയിക്കാതെ, മക്കളോട് എപ്പോഴും മോളെ നിൻ്റെ ഫീസ് കിട്ടിയില്ല എന്ന് ഉസ്താദന്മാർക്കോ ടീച്ചർമാർക്കോ ഓഫീസിനോ ചോദിക്കുമ്പോൾ അതൊരു കുട്ടിക്കൊരു മോശമല്ലേ. വാപ്പ ഉമ്മ എൻ്റെ ഫീസ് തന്നില്ല, കഷ്ടപ്പാടായി ബുദ്ധിമുട്ടായി എന്ന് പെൺകുട്ടികളുടെ മനസ്സല്ലേ, പെട്ടെന്ന് അവരെ മനസ്സ് വിഷമിച്ചു പോകും. അപ്പോൾ അവരോട് എപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ധാരാളം രക്ഷിതാക്കൾക്ക് കുടിശ്ശികയുണ്ട് താനും. അപ്പോൾ ആ കുടിശ്ശികയുള്ളവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ടായിരിക്കാം, അത് കുറേശ്ശെ എങ്കിലും കൊടുത്തയച്ച് അടച്ച് തീർത്തെങ്കിലേ സ്ഥാപനത്തിൻ്റെ ഈ പൊതുകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും കൂടി കഴിയുകയുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മയും നമ്മുടെ ഉമ്മാപ്പന്മാർ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, നമ്മുടെ ഈ സ്ഥാപനങ്ങളെ എല്ലാത്തിനെയും, അതോടൊപ്പം ബഹുമാനപ്പെട്ട ബാബ ഉസ്താദിൻ്റെ കിതാബുകളെ, തഫ്സീറുൽ ജലാലൈനി മറ്റ് കിതാബുകളെയൊക്കെ വാങ്ങാനും പ്രചരിപ്പിക്കാനും ഒക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഇഹത്തിലും പരത്തിലും ഖൈറായത് മുഴുവനും നൽകുമാറാകട്ടെ. ഷർറായത് മുഴുവനും അള്ളാഹുവേ നീ തട്ടിക്കളയണേ റഹ്മാനെ. പേരോട് ഉസ്താദിൻ്റെ സിറാജുൽ ഹുദയിൽ ഒരു മുതഅല്ലിമായ SSFൻ്റെ അവിടുത്തെ ഒരു പ്രവർത്തകനും കൂടിയായ ഒരു മുതഅല്ലിമ് വളരെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ്. എല്ലാവരും ദ്വാരക്കണം എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സർജറിക്കുള്ള ഒരുക്കമാണ്. അള്ളാഹു പൂർണ്ണ ശിഫ കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. സർജറിയും അതിനനന്തരമുള്ള ജീവിതമൊക്കെ ദീർഘകാലം ആ കുട്ടിക്ക് വായിക്കാനും പഠിക്കാനും വളരാനും ദീനിന് ഖിദ്മ ചെയ്യാനും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഐഡിഫ കോൺവൊക്കേഷൻ 2025 വേദിയിൽ
ആരിഫുകൾക്കുള്ള സനത് താനും